ഈ അപകടം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? നിങ്ങൾ അറിയുന്ന ആളുകൾ തന്നെയല്ലേ? അറിയുന്ന ആളുകൾ. അവര് ഉംറയ്ക്ക് വേണ്ടി പോയതാണ്, ഇവിടെ ഇല്ല. അവര് രണ്ടാൾക്കാർ ഉംറയാണ്. അതുപോലെ തന്നെ മകന് വേറെ സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുമില്ല, വീട്ടിലാരുമില്ല. എത്ര പേരാ അവിടെ ഉള്ളത്? അവിടെ മൊത്തം 3 ആളുകളാണുള്ളത്. അവര് ഇവിടെ ഇല്ല, പുറത്താണുള്ളത്. ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടതല്ലേ? അതെ അതെ, തീർച്ചയായും. ആ വീടിന്റെ ആ സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ വീടിന്റെ അപ്പുറത്തൊരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു. ആ നിസ്കാരപ്പള്ളിയും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടും ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷ്വൽ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ലോറി കിടക്കുന്നത്, അതുപോലെ ഒരു ബസ് കിടക്കുന്നത്. ആ ബസ് ഇപ്പോഴും അതിനകത്തുണ്ട്. അതെ, ബസ് ഇപ്പോഴും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ലോറി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരെയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വീട്ടിലേതായാലും ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ആ വീടിനെ സംബന്ധിച്ച് ഒഴിവായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.